ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. സ്ട്രോബെറിയുടെയും വാനിലയുടെയും 2 ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്ത് 1 മണിക്കൂർ മുന്നേ പുറത്ത് വയ്ക്കണം. അതിനുശേഷം വേണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. ബീറ്റർ വെച്ചിട്ടാണ് വിപ്പ് ചെയ്തെടുക്കുന്നത്. 1 മിനിറ്റ് നേരം ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് സ്റ്റിഫായിട്ട് വരണം. കേക്കിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന അത്രയും സ്റ്റിഫായവണ്ട, അതിനേക്കാളും കുറച്ച് കുറവായിട്ട് ഇത്രയും മതിയാവും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. അതിനുശേഷം 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ബീറ്റർ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പാച്ചിൽ വെച്ചൊന്ന് ലെവൽ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ബാക്കി പകുതി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവർ ചേർക്കണം. അതിനായിട്ട് ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പാണ് എടുത്തിരിക്കുന്നത്. 2.25 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചേർത്താൽ നല്ല സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉണ്ടാവും, കളറും ഉണ്ടാവില്ല. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കളർ കൂടിപ്പോവും. അപ്പം നല്ല പിങ്ക് ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കളർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കളർ ചേർക്കേണ്ട, ഫ്ലേവർ ഉണ്ടാവും. നമുക്ക് അടച്ചു വയ്ക്കാം. ഗ്ലാസിൻ്റെ ട്രേ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കാം. ഓവർനൈറ്റ് വെച്ചാലാണ് ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുക. രാവിലെ ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വാനിലയുടെ ഐസ്ക്രീം കറക്റ്റ് സെറ്റായിട്ടുണ്ട്. സ്ട്രോബെറിയുടെയും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്കൂപ്പർ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഐസ്ക്രീം ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ടെക്സ്ചറെല്ലാം നല്ല ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സ്ട്രോബെറിയുടെ ഐസ്ക്രീമും സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ഫ്ലേവറും